ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളും കൂട്ടിരിപ്പുകാരും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ഇടമില്ലാതെ വലയുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമേകുവാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ ഇപ്പോൾ കാട് കയറി പാമ്പുകളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഗൈനക്കോളജി വിഭാഗത്തിലെത്തുന്ന സ്ത്രീകൾ അടക്കമുള്ള നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ ദുരിതമനുഭവിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക് വിഭാഗം കെട്ടിടത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കാഴ്ചയാണിത്. സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇന്ന് പൂർണ്ണമായും കാടുമൂടി നശിക്കുകയാണ്. 5 വർഷം മുമ്പാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായി 8 ടോയ്ലറ്റുകളോടെ ഈ കെട്ടിടം പൂർത്തിയാക്കിയത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പിനായി കരാറുകാരെ ആരെയും ലഭിക്കാതെ വന്നതോടെയാണ് ഈ പൊതു ശൗചാലയം അധികൃതർ പൂട്ടിയിട്ടത്. നിലവിൽ ജെ ബ്ലോക്കിന് കിഴക്കുഭാഗത്ത് മാത്രമാണ് ഒരു പൊതു ശൗചാലയമുള്ളത്. ഇവിടെയാകട്ടെ എപ്പോഴും അസഹനീയമായ തിരക്കുമാണ്. ഗൈനക് വിഭാഗത്തിലെത്തുന്ന കൂട്ടിരിപ്പുകാരായ സ്ത്രീകളാണ് ഈ അവഗണനയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അടച്ചിട്ട കംഫർട്ട് സ്റ്റേഷന്റെ പരിസരം ഇപ്പോൾ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു. കാടുമൂടിയ കെട്ടിടം വിഷപ്പാമ്പുകളുടെ താവളമായി മാറിയത് ആശുപത്രിയിലെത്തുന്നവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ലക്ഷങ്ങൾ പാഴാക്കിയ ഈ കെട്ടിടം അടിയന്തരമായി തുറന്നു നൽകാൻ പ്രാദേശിക MLA ഇടപെടണമെന്നാണ് രോഗികളും ജനങ്ങളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തെക്കുവശത്തായിട്ടുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ വർഷങ്ങൾക്ക് വരുന്ന 5 വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു കംഫർട്ട് സ്റ്റേഷൻ പണിതിട്ട് അത് കാട് കയറി അനാഥമായി കിടക്കുകയാണ്. ഈ കംഫർട്ട് സ്റ്റേഷനെ ടെൻഡർ വിളിക്കാനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോൾ പൂർത്തീകരിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ ഈ സാധനം അടഞ്ഞിടക്കുകയാണ്. തൊട്ടടുത്ത് ഗൈനക് കോളേജിൻ്റെ വലിയൊരു കെട്ടിടം സമുച്ചയം ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ ഗൈനക്കിൽ ധാരാളം പേഷ്യൻ്റ് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ ആശുപത്രി കോമ്പൗണ്ടിൽ ജനങ്ങൾക്ക് ഒരു കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കുവാനായിട്ട് അധികാരികൾ ഇതുവരെയായിട്ട് യാതൊന്നും തയ്യാറായിട്ടില്ല.